അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ഒരു കൂട്ടം ജനങ്ങൾ അള്ളാഹുവിൻ്റെ വീടുകളിൽ നിന്നുള്ള ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ കിതാബ് ഓതുകയും അവർക്കിടയിൽ അത് അന്യോന്യം പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ അവരുടെ മേലിൽ സക്കീനത്ത് അഥവാ ശാന്തി ഇറങ്ങിക്കൊണ്ടിരിക്കുകയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയും മലക്കുകൾ അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാതിരിക്കുകയില്ല. കൂടാതെ അവരെപ്പറ്റി മലക്കുകളുടെ മജ്ലിസിൽ അല്ലാഹു തആല പറയുകയും ചെയ്യുന്നതാണ്. ഈ ഹദീസിൽ പ്രാഥമികവും ഉന്നതവുമായ ദീനിയായ അറിവുകൾ നൽകപ്പെടുന്ന സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ മദ്രസകളുടെ മഹത്വങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് അനവധി ബഹുമതികൾ ഉൾക്കൊള്ളുന്നതാണ്. അതിൽ നിന്നുള്ള ഓരോന്നും കരസ്ഥമാക്കുന്നതിനായി ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവൻ ചിലവഴിച്ചാലും ലാഭകരമാണ്. അങ്ങനെയുള്ള അനേകം മഹത്വങ്ങളും അനുഗ്രഹങ്ങളും ഈ സ്ഥാപനങ്ങൾക്കും അതിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്കും ഉണ്ടായിരിക്കെ, ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന, പ്രത്യേകിച്ചും അവസാനമായി പറയപ്പെട്ടിരിക്കുന്ന അനുഗ്രഹം, അതായത് യജമാനനായ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ പറയപ്പെടുന്നതാണെന്ന കാര്യത്തിന് തുല്യമായി ഒരു കാര്യവും ഉണ്ടാകാൻ സാധ്യമേ അല്ല. സക്കീനത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന കാര്യം പല ഹദീസുകളിലും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത് എന്താണ് എന്നതിനെക്കുറിച്ച് ഹദീസിൻ്റെ ഉലമാക്കളുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. എങ്കിലും അവർക്കിടയിൽ പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയാത്തത്ര അഭിപ്രായ വ്യത്യാസങ്ങളില്ല. മറിച്ച് ആ അഭിപ്രായങ്ങളെല്ലാം കൂടി ഇതിൻ്റെ ഉദ്ദേശമായിരിക്കാനും സാധ്യതയുണ്ട്. സക്കീനത്ത് എന്നത് ഒരു പ്രത്യേക തരം കാറ്റാണ്. അതിൻ്റെ മുഖം മനുഷ്യൻ്റെ മുഖം പോലിരിക്കുമെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് സ്വർഗത്തിലുള്ള ഒരു സ്വർണ്ണ തളികയുടെ പേരാണ്. അതിൽ നബിമാരുടെ ഹൃദയങ്ങൾ കഴുകപ്പെടുന്നതാണ് എന്ന് അല്ലാമ സുദ്ദീ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ചില ആളുകൾ അത് പ്രത്യേകമായ ഒരു റഹ്മത്താണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടുള്ള ഉദ്ദേശം ഹൃദയ സമാധാനമാണ് എന്ന അഭിപ്രായം ഏറ്റവും പ്രിയങ്കരമായിട്ട് തൊബരി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടുള്ള ഉദ്ദേശം ഹൃദയത്തിൻ്റെ സ്വസ്ഥതയാണ് എന്ന് ചിലരും, ദീനിയായ ഇൽമിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മുഖത്ത് പ്രകടമായിരിക്കുന്ന ഗാംഭീര്യമാണ് എന്ന് മറ്റു ചിലരും, മലക്കുകളാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു. സക്കീനത്ത് എന്നത് മുകളിൽ ഉദ്ധരിച്ച എല്ലാത്തിനും പറയപ്പെടാവുന്നതാണ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്തുൽ ബാരി എന്ന കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സക്കീനത്ത് എന്നത് ഹൃദയ സമാധാനം, കാരുണ്യം മുതലായ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചതാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ അത് ഇറങ്ങുന്നതാണ് എന്ന് നബി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാം, ഫഅൻസലല്ലാഹു സക്കീനത്തഹു അലൈഹി, അള്ളാഹു അവൻ്റെ സക്കീനത്തിനെ തങ്ങളുടെ മേൽ ഇറക്കി. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ,
അവൻ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ സക്കീനത്തിനെ ഇറക്കിയവനാണ്. ഫീഹി സക്കീനത്തും മിൻ റബ്ബിക്കും, അതിൽ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സക്കീനത്തുണ്ട്. ചുരുക്കത്തിൽ അനേകം ഹദീസുകളിലും ആയത്തുകളിലും ഇതിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത പറയപ്പെട്ടിട്ടുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇപ്രകാരം ഒരു സംഭവം വിവരിച്ചിരിക്കുന്നു. ഇബ്നു സഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സ്നേഹിതൻ്റെ അടുക്കൽ പോയി നോമ്പ് തുറക്കാമെന്ന് ഏറ്റിരുന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ മാത്രമേ എത്താൻ സാധിച്ചുള്ളൂ. സ്നേഹിതൻ അതിനെക്കുറിച്ച് ആവലാതിപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാമെന്ന് താങ്കളോട് കരാർ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്കുണ്ടായിരുന്ന തടസ്സം എന്തായിരുന്നുവെന്ന് ഒരിക്കലും ഞാൻ പറയുമായിരുന്നില്ല. എനിക്ക് ഇശാ സമയമായപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വിത്തറും ഉടൻ തന്നെ നിസ്കരിക്കണമെന്ന് ചിന്തയുണ്ടായി. കാരണം രാത്രിയിലെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോവുകയും അതെൻ്റെ ചുമതലയായി അവശേഷിക്കുകയും ചെയ്തെങ്കിലോ എന്നൊരു സമാധാനമില്ലായ്മ എനിക്കുണ്ടായി. അങ്ങനെ വിത്തർ നിസ്കാരത്തിൽ ഞാൻ കുനൂത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ പച്ച നിറത്തിലുള്ള ഒരു പൂന്തോട്ടം എനിക്ക് ദൃശ്യമായി. അതിൽ വിവിധ തരത്തിലുള്ള പൂക്കളും മറ്റും ഉണ്ടായിരുന്നു. അത് നോക്കി രസിച്ചു കൊണ്ടിരുന്നതിൽ തന്നെ പ്രഭാതം വരെയും ഞാൻ വ്യാപൃതനായി പോയിരുന്നു. ഇപ്രകാരമുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ മഹാന്മാരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വെളിപ്പെടുത്തുന്നത് അള്ളാഹു അല്ലാത്ത വസ്തുക്കളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചു കളഞ്ഞ് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് മാത്രം പൂർണ്ണമായും തിരിയുമ്പോഴാണ്. വഹഫത്സുഹുമുൽ മലായിക്കത്തു എന്ന കാര്യവും അനേകം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതായത് മലക്കുകൾ പൊതിയുക എന്നത്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു അവരുകളെ പറ്റിയുള്ള വിശദമായ ഒരു സംഭവത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. അദ്ദേഹം ഖുർആൻ ഷരീഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലക്ക് മുകളിൽ മേഘം പോലെയുള്ളൊരു വസ്തു ചൂടിയതായി അനുഭവപ്പെടുന്നു. അതിനെപ്പറ്റി അത് ഖുർആൻ കേൾക്കുന്നതിനായി വന്ന മലക്കുകളായിരുന്നു. മലക്കുകളുടെ തിക്കും തിരക്കും കാരണമായി മേഘം പോലെ കാണപ്പെട്ടതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. ഒരു പ്രാവശ്യം മറ്റൊരു സഹാബിക്ക് ഇപ്രകാരം മേഘം അനുഭവപ്പെട്ടപ്പോൾ അത് സക്കീനത്തായിരുന്നു, അതായത് ഖുർആൻ ഷരീഫ് കാരണമായിട്ട് ഇറങ്ങിയ അനുഗ്രഹമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മുസ്ലിം ഷരീഫിൽ ഈ ഹദീസ് കുറച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളുമുള്ള കൂട്ടത്തിൽ അവസാനമായി ഇപ്രകാരം വന്നിരിക്കുന്നു. ഒരു മനുഷ്യൻ അവൻ്റെ ദുഷ്പ്രവൃത്തികൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അവനെ ദൂരമാക്കി കളയുന്നതാണ്. അങ്ങനെ കളയുകയാണെങ്കിൽ അവൻ ഉന്നത കുടുംബത്തിലുള്ളവനാണെന്ന കാര്യം അള്ളാഹുവിലേക്ക് അവനെ അടുപ്പിക്കുന്നതല്ല. ഒരു മനുഷ്യൻ ഉന്നത കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും അവൻ പാപകർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കുകയാണെങ്കിൽ തഖ്വയുള്ള താഴ്ന്ന കുടുംബക്കാരനായ ഒരു സാധു മുസ്ലിമിനോട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരിക്കലും അവൻ സമമാകുന്നതല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തീർച്ചയായും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളവൻ എന്ന് സൂറത്തുൽ ഹുജറാത്തിൻ്റെ 13-ാം വാക്യത്തിൽ അള്ളാഹു പറഞ്ഞതായി നമുക്കെല്ലാം അറിയാം. നന്മയിൽ മുന്നേറുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.